ഹായ് കൂട്ടുകാരെ, നമുക്ക് ഹെയർ ഫോൾ മാറാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ വാട്ടർ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ? വാ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ റോസ്മേരിയുടെ ലീഫാണ് കേട്ടോ. പിന്നെ കുറച്ച് തേയില എടുത്തിട്ടുണ്ട്, പിന്നെ 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആദ്യമേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അപ്പം അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇത് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കറിയാമല്ലേ, ഈ കറിവേപ്പില ആണെങ്കിലും ശരി, നമ്മുടെ റോസ്മേരിയുടെ ലീഫാണെങ്കിലും ശരി, തേയിലയാണെങ്കിലും ശരി, ഇതൊക്കെ നമ്മുടെ ഹെയറിന് വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഹെയറിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഗ്രോത്തിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലൊരു ഹെയർ വാട്ടർ നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. അപ്പോൾ ഇത് ഏകദേശം ഒരു കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ, ഉണ്ടാക്കി വെച്ചിരുന്നാൽ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ച് അതിനകത്തേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കാവേ. ഇപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്, നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാം. അതായത് 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ആവുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നോക്കി ഇതെല്ലാം പറ്റി ഏകദേശം 1 ഗ്ലാസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി ഇതെല്ലാം ഒന്ന് അരിച്ച് മാറ്റാവേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്കൊരു തുണി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു കർച്ചീഫാണ്, പഴയൊരു കർച്ചീഫ്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അത് നല്ല രീതിയിൽ തന്നെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലിലേക്ക് ആക്കാം. വലിയൊരു ബോട്ടിലാണ് നിങ്ങൾക്ക് അതിൽ ഒഴിച്ച് വെച്ച് 1 മാസം വരെ ഉപയോഗിക്കാം, ഒരു കേടാവില്ല, ഒരു കുഴപ്പം വരില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഉള്ളൊരു ചെറിയ ബോട്ടിലാണ്, അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ബാക്കി വരുന്നത് ഞാൻ വേറൊരു ബോട്ടിലാക്കി വെക്കും കേട്ടോ. അപ്പം നമുക്ക് ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ. അപ്പം ഞാൻ കണ്ടോ, നമ്മൾ ആ 2 ഗ്ലാസ് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം 1 ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കറക്റ്റ്. ഇനി നമുക്കത് ആ ബോട്ടിലേക്ക് ആക്കാവേ. അപ്പം ഞാൻ ബോട്ടിലേക്ക് ആക്കാനായിട്ടെല്ലാം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നോക്കി നല്ല രീതിയിൽ വകഞ്ഞിട്ട് സ്കാൽപ്പിൻ്റെ എല്ലാ സൈഡിലും എത്തിയും നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ നമ്മൾ എല്ലാം കുറേശ്ശെ മുടി മാറ്റി വകഞ്ഞ് കൊടുത്ത് എല്ലായിടത്തും ആക്കണം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യണം. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുന്ന ഏറ്റവും ഗുണം ചെയ്യും, കാരണം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് അടുപ്പിച്ചൊരു 3 മാസം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഹെയർ ഫോൾ കുറയുകയും ചെയ്യും, ഹെയർ ഗ്രോത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം ഞാനൊരു വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഒരു 3 മാസം ഞാൻ അടുപ്പിച്ച് ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഞാൻ മാസത്തിൽ 3 പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ പുതിയ മുടികൾ വന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ മുടിയുടെ ഇടയ്ക്കൊക്കെ ഒരുപാട് ചെറിയ മുടികളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചെറിയ ഒരുപാട് മുടികൾ വളർന്നിരിക്കുന്നുണ്ടോ. ഇതെല്ലാം ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം വന്ന മുടികളാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ വന്ന് അറിയിക്കണേ കൂട്ടുകാരെ. അപ്പം എല്ലാവർക്കും ബൈ.